ചെന്നെങ്കിൽ മനുഷ്യന്മാരാണ് അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെല്ലാം ആവും. പക്ഷെ ആ സെക്കൻഡിൽ അങ്ങ് സമാധാനം ആ പകെ വർഷഘട്ടല വെയിറ്റ് തന്നെ ജീവിക്കില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും അങ്ങനെ ആക്രമിക്ക താൽമാറല്ല സഹാബത്ത്. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു മുട്ട പോയി ചെന്ന് നക്ക് നിങ്ങൾ മാഫാക്കുന്നു. നിങ്ങൾ ആ കറുത്ത കാല് നിന്റെ ബെൽത്ത കൗളിന്റെ മേൽ നിങ്ങൾ വ്യക്തി ചവിട്ടുന്നു എങ്കിൽ അല്ലാണ്ട് നക്ക് സമാധാനം ഇല്ല. ഇങ്ങനെ ആക്കാട്ടിയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. അഥവാ അങ്ങനെ ആക്കാണ്ട് നക്ക് സമാധാനം ഇല്ല. ഓ നിന്റെ ബെൽത്ത കൗളിന്റെ മേൽ ഒരു കറുത്ത കാൽ ചവിട്ടി ഒന്നുണ്ടു, നിങ്ങൾ എന്റെ നേതാവാണ്, നിങ്ങൾ നക്ക് മാഫാക്കണമെന്ന് ആ സെക്കൻഡിൽ പോയി മാപ്പ് കേൾക്കരുത്. ഒരാളൊട്ടി അർസാക്കിയും ഗലാട്ടാക്കിയും വർഷഘട്ടല വെക്കുകയില്ല. ഞങ്ങൾ ഈ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും ഈ ഇൽമുടെ മജ്‌ലിസിൽ വെക്കുന്നതും ഇതെല്ലാം ഞങ്ങളെ കൽബ് വേനായിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും കൽബ് നന്നാവാത്ത ഒരാൾ അവൻ എത്ര ഹജ്ജാക്കിയിട്ടും എത്ര ഉംറാക്കിയിട്ടും എത്ര അമലാക്കിയിട്ടും പഠിച്ചോൺ സ്വീകരിക്കില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുടെ മൗത്ര ബഗ്ഗയാണ് ഞാൻ ചൊല്ലുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ആ മരണം നമുക്ക് കിട്ടണമുണ്ടായെങ്കിൽ വെറും നിസ്സാരം കൊണ്ട് വെറും നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടല്ല. ഞങ്ങളെ കൽബ് ഉണ്ടായെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണോ. ഹജ്ജിന് പോയപ്പോ ചില ആൾക്കാർ കേട്ടാറ് നല്ലൊട്ടി നീ എത്ര ഉംറാക്കിയാൽ ഉംറത്തെ കണക്കങ്ങ് ചെല്ലുമ്പോ ബസിയാണ്. നക്ക് ഉംറ ചെന്നാക്കുകയില്ല. കാരണം ഞാൻ മദീനത്തെ പോകുമ്പോ ഇഫ്രാദായിട്ട് ഹജ്ജിൽ ഇഹ്റാം കെട്ടിപ്പോയ പോണാർ ഹജ്ജിൽ ഇഹ്റാമിലേക്ക് ഞാൻ അതല്ല ചൊന്നേ. അവിടെ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം എല്ലാവരുടെയും ഞാൻ ചൊന്നേ, നീ ആക്കണ എനിക്ക് പണി, നിങ്ങൾ ഒരു ഉംറാക്കിയില്ല ഇങ്ങോട്ട് തൊന്തരയില്ല. നിങ്ങൾ കഅബാലയത്തെ മുട്ട തെറ്റിട്ട് ഉൾപ്പെടുള്ളൂ. എന്തെങ്കിലും ദുനിയാവ് കേൾക്കുന്നതല്ല, അള്ളാഹുടെ മുന്നോ നിങ്ങൾ ഉൾപ്പെടുള്ളൂ. അള്ളാഹ് നന്റൊന്നും നീ സമാക്കിത്താ റബ്ബേ, നിന്റെ കൽബൊന്ന് ബെടക്കായി പോയിരു റബ്ബേ, മോശമായ ചിന്തകൾ നിന്റെ കൽബിലുണ്ട് റബ്ബേ, ഗീബത്ത് നമീമത്ത് അല്ലാത്തത് നക്ക് വണ്ടില്ല റബ്ബേ. അതുകൊണ്ട് നിന്റെ നീ ഏറ്റവും മഹോന്നതമായ ജാഗൽ കൽബുൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോണു. ഇത് നീ കാക്കുക, അതാക്കോ അതല്ലാത്തതൊന്നും നീ ആക്കണമെന്നില്ല. ഹജ്ജാക്കോ ഉംറ കുറെ ആക്കണമെന്നില്ല, ഒന്നാക്കിൽ മയ്യാവും. പക്ഷെ നീ ആക്കണ എനിക്കെത്ത പണി നിന്റെ റബ്ബുടെ മുന്നിൽ ഉൾപ്പെടുന്നു. റബ്ബുടെ അങ്ങ് ഓർത്തിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വേണ്ട എങ്കിൽ അവനോ നരകത്തിൽ പോകില്ല. അവർക്ക് അർശിലെ കണലുണ്ടോട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിചാരിച്ച ഹജ്ജിക്ക് പോയെങ്കിൽ ആൽമാർ സുകാരിവാറ് അവിടെ പോയെങ്കിൽ നല്ലതേ കേട്ടായിട്ട് ഇക്കുൾ വിചാരിച്ച അള്ളാഹു ഞങ്ങളെ കാത്തില്ല. അവിടെ പോകുമ്പോ കലാട്ടയാണ്, ഗൗജിയാണ്, പറച്ചിലാണ്, ദൈവത്താണ്, നമീമത്താണ്. കുറെ ആൽമാറാക്കടാ നമ്മാക്കട ആ നല്ല ജാഗയിൽ പോയിട്ട് നമ്മളോട് ആക്കട. പിന്നെ ഞങ്ങളെ സുഖറവിടെ. പക്ഷേ വർഷത്തിൽ 3 ഹജ്ജിനെ ഞാൻ പോലെ ഉംറ ഒരാൾക്ക് ഫോണാക്കിയിട്ട് ഞാൻ ഉംറത്ത് കൊണ്ടേ ചെല്ലുമ്പോ പാവത്തോണു ഇല്ല. നീങ്ങ ഇപ്പൊ പോകണമാ ഞാൻ പോയി വന്നത്രേ നക്ക് നിങ്ങൾ 5 ഉംറാക്കില്ലെങ്കിൽ ആവുന്ന ഞാൻ ചെല്ല ഉംറ ഞാൻ കണക്കില്ലാത്തതാക്കടെ. ഇനി ഹജ്ജോ വർഷത്തിൽ 1 കുടുങ്ങിത്തിറപ്പേ, വർഷത്തിൽ 4 ഹജ്ജിനെ ഞാൻ കൊണ്ടേ നന്റെ പൈസ കൊണ്ടു. ഈ ഹജ്ജ് കൊണ്ട് കാര്യമില്ല. നന്റെ റബ്ബിടെ മുന്നിൽ നന്റെ കൽബിനെ ഞാൻ കൽകാത്ത കാലത്തോളം ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ നന്റെ അമൽ നന്റെ പഠിച്ചോണു വേണ്ട. നാം നല്ല ഗീബത്ത് ചെല്ലാത്ത നമീമത്ത് ചെല്ലാത്ത ആളാവും. ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയത്തിൽ നോക്കിയ പല ഗലാട്ടെ ഇങ്ങ അങ്ങനെ ദൂരെ അങ്ങനെ ഇങ്ങളെ ദൂരെ ഞാൻ കുറെ ഗ്രൂപ്പ് ലെഫ്റ്റ് ആയി പോയ പ്രിയപ്പെട്ട സഹോദരന്മാർ ഞങ്ങൾ നല്ല ആൾമാരും തള്ളച്ചുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ഇതാക്കാത്ത കാലത്തോളം വിജയിക്കുമ്പോഴുള്ള ആർ ദൂരെ ഞങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾമാർ ഞങ്ങമേ പരസ്പര ഗലാട്ടായിക്കൊള്ളേ. സോഷ്യൽ മീഡിയ അതിൽ വലിയ നെറ്റ്വർക്കാണ്. പരസ്പരം പറഞ്ഞുള്ളേ അവൻ ഓണ്ടെ ദൂരെ ഞാൻ ഒരാൾ നണ്ടൊട്ടി ഹജ്ജിക്ക് വന്ന് ബാംഗ്ലൂർ ഒരാൾ കടത്തിയ ബേജാറ് കൊണ്ട് കടത്തിയ ഞാൻ കേട്ടെ ഒരു നേതാവ് ഇത് എന്ത് വിഷയ ഇങ്ങനായെങ്കാവോ. ആ സമയത്ത് അയാൾ ഉസ്താദ് ഇതിനെ പറ്റി ഉണ്ടല്ല, ഇതിനെ പറ്റി ചർച്ചയാക്കെങ്കിൽ 2 വർഷം ഞങ്ങൾ സുരൂട്ട് ഹജ്ജിക്ക് പോകണം തോന്നു. എന്ത് ഇത് ഗീബത്താണ്, ഇത് നമീമത്താണ്. ആൽമാർ വേദിക്കുന്ന നല്ല സ്വറാക്കിക്കൊണ്ടുള്ള അല്ല, നല്ല സ്വറ അല്ല. ഇത് അങ്ങനെ സ്വാർത്ഥാണ് ആക്കിക്കൊണ്ടുള്ളേ. അങ്ങനെ ദുനിയാവുടെ ലാഭത്തിന് വേനായിട്ടാണ് ആക്കിക്കൊണ്ടുള്ളേ. 6 ദീൻ വിത്ത് പൈസാക്കടാണ്, 6 അല്ലാഹുവിന്റെ ദീൻ വിത്ത് അവന്റെ സ്വാർത്ഥത്തിൽ കൊണ്ടാണ് അവൻ എത്ര വലിയ നേതാവായും എങ്ങനത്തെ ആളായും പഠിച്ചുകൊണ്ടുള്ള. കാരണം പഠിച്ചോണു വേനായ നന്റെ കൽബ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും മഹത്വമുള്ള ആൾ ആരുകൊണ്ടുണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഖ്വയുള്ള ആളാണ്, ഭയഭക്തിയുള്ള ആളാണ് ചൊന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അന്ത്യനാൾ ചൊന്നത് അങ്ങനെയാണ്. പരസ്പര ഗീബത്ത് നമീമത്തല്ലാത്ത ഒന്നും നാവിൽ വരാത്ത ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോ വല്ലാത്ത കൺട്രോൾ, വല്ലാത്ത പ്രയാസമുണ്ട്, വല്ലാത്ത ജിഹാദുണ്ട്, ഭയങ്കര പോരാട്ടാക്കുന്നു. ഒരു ഗീബത്ത് നമീമത്ത് ആൾമാരെ ദൂരത്തെ പണികൾ നിന്റെ നാവിലൂടെ കൊണ്ടുണ്ടായെങ്കിൽ ആൾമാരൊക്കെ എപ്പോഴും ആശാനം കലാട്ടെ. ഒരാളെ കണ്ടെങ്കിൽ ഞാൻ കൊണ്ടുള്ളേ, അവന്റെ കണ്ടെങ്കിൽ ഞാൻ മുഖതിരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ദുനിയാവ് ഞാൻ ജയിക്കലുണ്ടായെങ്കിൽ നിന്റെ അമൽ കൊണ്ട് കാര്യമില്ല. അത് ഒക്കല്ല, 2 വട്ടല്ല, 3 വട്ടം അടികരയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു.